السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن اتبعهم بإحسان إلى يوم الدين أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربونا صغارا ولمشايخنا ولأساتذتنا ولأزواجنا وذرياتنا ولمن ماتوا منا ولإخواننا ولأخواتنا ولجميع المصنفين الصالحين والعلماء العاملين والمفسرين المحدثين والفقهاء والأئمة كلهم أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. الحمد لله على كل حال ونعوذ بالله من حال أهل النار. റഹ്മാൻ റഹീം റബ്ബ് നമ്മുടെ എല്ലാ ദോഷങ്ങളും പാപങ്ങളും വിട്ടുകൊടുത്ത് മാഫാക്കി ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ അല്ലാഹു തആല നാം ചെയ്യുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും എല്ലാ പോരായ്മകളും പരിഹരിച്ച് പൂർണ്ണമായ നിലക്ക് അല്ലാഹു സ്വീകരിച്ച് അർഹമായ ഇരട്ടിയായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ ഹക്ക് ഞാൻ ബർക്കത്തുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ വസിയത്ത് ചെയ്തവർ, അവർക്കെല്ലാം അവരുടെ ദോഷങ്ങളെല്ലാം അല്ലാഹു ഒട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കട്ടെ. അവർക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗങ്ങളും ശിഫയാക്കി പൂർണ്ണമായ ആഫിയത്തും സിഹത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. നോമ്പിന്റെ തടസ്സമാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളും അല്ലാഹു തആല നീക്കി ആ പരിശുദ്ധമായ റമദാൻ മാസം നോമ്പ് പൂർണ്ണമായിട്ട് എടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇനിയും പല പ്രാവശ്യം റമദാനെ സ്വീകരിക്കാനും ഇബാദത്തുകൾ ചെയ്യാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ താഴത്തിലായി അവന്റെ പൊരുത്തത്തിലായിട്ട് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിലും മക്കളിലും ഭാര്യമക്കളിലും പേരമക്കളിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ തൊഴിലിലും നമുക്ക് അല്ലാഹു നൽകിയ ധനത്തിലും നമുക്ക് നാം ചെയ്യുന്ന ഇബാദത്തുകളിലും നമ്മുടെ ശരീരങ്ങളിലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല നമ്മുടെയും നമ്മോട് ബന്ധപ്പെട്ടവരുടെയും ആഖിബത്തും ഖാത്തിമത്തും അല്ലാഹു തആല നന്നാക്കി തന്ന് അവസാനം അല്ലാഹു ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളോടൊപ്പം ചേർന്ന് അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ള സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, ഇന്നലെ നാം സംസാരിച്ചു വന്നത് പരിശുദ്ധവും പരിപാവനവുമായ റമദാൻ മാസത്തിൽ നാം ചെയ്യേണ്ട ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താവുന്ന നോമ്പ്, ആ നോമ്പിന്റെ മഹത്വങ്ങളും പ്രത്യേകതകളുമാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടൊക്കെ നമ്മൾ പറഞ്ഞു വന്നത്. ഏതാനും മഹത്വങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നാം വിശദീകരിക്കുകയുണ്ടായി. അത് സംബന്ധമായി തന്നെ അല്പം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ പറഞ്ഞു, യാ മൂസ ഇന്നി അഅ്തൈതു ഉമ്മത്ത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറൈനി. മൂസാ നബിയെ, എൻ്റെ ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്, സമുദായത്തിന് 2 പ്രകാശങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്. 2 പ്രകാശങ്ങൾ ഉമ്മത്ത് മുഹമ്മദിന് ഞാൻ നൽകിയിട്ടുണ്ട്. കൈലാ യദുർറുഹും ദുലുമാത്തുൽ ആഖിറ, പരലോകത്തെ ദുൽമത്തുകൾ, ഇരുട്ടുകൾ അവരെ ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ വേണ്ടിയും വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയും അതിൽ നിന്ന് അവർക്ക് രക്ഷ തേടാനുള്ള രക്ഷാകവചമായിട്ടും 2 പ്രകാശങ്ങൾ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഹുമാഹുമ, അത് രണ്ടും ഏതാണ് ആ 2 നൂറ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞ മറുപടി, ഒന്ന് നൂറ് റമദാന, ഒന്ന് റമദാനിന്റെ പ്രകാശമാണ്. രണ്ടാമത്തെ നൂറുൽ ഖുർആൻ, ഖുർആന്റെ നൂറുമാണ്. ഈ 2 നൂറുകളും വളരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാസത്തിലാണ് നാം നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. റമദാൻ നൂറും നമ്മൾ നിലകൊള്ളുന്നു. ഈ റമദാനിൽ നാം അധികമായി പാരായണം ചെയ്യേണ്ട പരിശുദ്ധ ഖുർആൻ, ആ ഖുർആന്റെ നൂറും
ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഈ രണ്ട് നൂറുകളാണ്, ഒന്ന് റമദാന്റെ നൂറും ഒന്ന് ഖുർആാനിന്റെ പരിശുദ്ധ ഖുർആാനിന്റെ നൂറുമാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, അമലുമാത്തു, ഇരുട്ടുകൾ ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞല്ലോ, പരലോകത്തെ ബുദ്ധിമുട്ടാക്കാൻ ഇരുട്ടുകൾ ദുൽമത്തുകൾ ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞില്ലേ, ഏതാണ് ദുൽമത്തുകൾ എന്ന് ചോദിച്ചപ്പോ കാല അള്ളാഹു തആല പറഞ്ഞു, ദുൽമത്തുൽ ഖബരി, ഒന്ന് ഖബറിന്റെ ദുൽമത്താണ്, രണ്ട് ദുൽമത്തുൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഇരുട്ടുമാണ്, അഥവാ മഹ്ശറയിൽ വരുന്ന സമയത്തുള്ള ദുൽമത്ത്. മഹ്ശറയിലെ ദുൽമത്തും ഖബറിലെ ദുൽമത്തുമാണ് ഞാൻ ദുൽമാത്തുകളെ കൊണ്ട് ഉദ്ദേശിച്ചത്. അത് വല്ലാത്ത ദുൽമത്തുകളാണല്ലോ, ഖബറിന്റെ ദുൽമത്തും ഖിയാമത്തിന്റെ ദുൽമത്തും. ആ രണ്ട് ദുൽമത്തുകളിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നൂറാണ് റമദാനിന്റെ നൂറും പരിശുദ്ധ ഖുർആന്റെ നൂറും എന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല പറഞ്ഞതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുതന്നെയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അൽ ഖുർആനു വസ്സൗമു, പരിശുദ്ധ ഖുർആനും നോമ്പും യശ്ഫഅനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അത് രണ്ടും ശുപാർശകരായിട്ട് വരും. ഖിയാമത്ത് നാളിൽ ശുപാർശ ചെയ്യുന്ന ശുപാർശകരായിട്ട് ഖുർആനും വരും, നോമ്പും വരും. യഖൂലു സൗമു, നോമ്പ് പറയും, മനാഅതുഹു തുആമ വശറാബ, അല്ലാഹുവേ ഞാൻ അവനിക്ക് ഭക്ഷണത്തെയും പാനീയത്തെയും, വശഹവാത്തി അവന്റെ ശരീര ആഗ്രഹങ്ങളെ ഞാൻ അവനെ തൊട്ട് തടഞ്ഞിരിക്കുന്നു. ഞാൻ കാരണമായിട്ട് അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, പാനീയങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, അവന്റെ ശാരീരിക ഇച്ഛകളെയും ശാരീരിക ഷഹ്വത്തുകളെയും അവൻ അടക്കി ഒതുക്കി നിർത്തുകയും ചെയ്തിരിക്കുന്നു ഞാൻ കാരണമായിട്ട്. അതുകൊണ്ട് റബ്ബേ ഹുശഫിഇനി ഫീഹി, അവന്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശ നീ സ്വീകരിക്കണേ എന്ന് നോമ്പ് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ശുപാർശ സ്വീകരിക്കുമെന്നും അത് കാരണം ആ നോമ്പുകാരന് അല്ലാഹു തആല വിട്ടുകൊടുത്ത് മാഫായി കൊടുക്കുമെന്നും മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുപോലെ വയഖുൽ ഖുർആനു, ഖുർആൻ പറയും, റബ്ബേ മനാഅതുഹു നൗമ, ഞാൻ അവൻക്ക് ഉറക്കിനെ തടഞ്ഞു. രാത്രിയിൽ അവൻ ഉറക്കൊഴിച്ചുകൊണ്ട് ഖുർആൻ ഓതി. രാത്രി ഖുർആൻ ഓതലാണല്ലോ വളരെ ശ്രേഷ്ഠമായത്. രാത്രിയിൽ ഖുർആനെ ഞാൻ അവൻ തൊട്ട്, ആ ഖുർആൻ കാരണമായിട്ട് അവൻ ഉറക്കൊഴിച്ചു. അതുകൊണ്ട് വശഫിഇനി ഫീഹി, റബ്ബേ എൻ്റെ ശുപാർശ അവൻ്റെ കാര്യത്തിൽ നീ സ്വീകരിക്കണേ എന്ന് ഖുർആൻ പറയുമ്പോൾ ഫയുശഫഅനി, അപ്പോൾ രണ്ടിൻ്റെയും ശുപാർശ അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് അഹ്മദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നോമ്പും റമദാനും, റമദാനാകുന്ന നൂറ് അത് നമ്മളെ രക്ഷപ്പെടുത്തും. ആ റമദാനിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പ്, ആ നോമ്പ് നമുക്ക് ശുപാർശകരായിട്ട് വരികയും നമ്മുടെ മോചനത്തിന് വേണ്ടി അള്ളാഹിനോട് ശുപാർശ ചെയ്യുകയും നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്ത് നമ്മെ രക്ഷിക്കുകയും ചെയ്യും. നോമ്പിന്റെ പ്രത്യേകതയാണല്ലോ. അതുപോലെ തന്നെ അല്ലാഹു റസൂൽ പറഞ്ഞു, മൻ ഫത്തറ സായിമൻ, ഒരു നോമ്പുകാരനാണ് നോമ്പ് തുറപ്പിച്ചാൽ കാന മഗ്ഫിറത്തൻ ലിദുനൂബിഹി, അത് അവന്റെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമായി തീരും. ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ അത് കാരണം ഈ തുറപ്പിച്ചവന്റെ ദോഷങ്ങൾ അല്ലാഹു തആല പൊറുക്കും. വഴിത്ത് കറക്കബത്തിൻ, ഒരടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അവന് കിട്ടുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, ഒരടിമനെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവൻ അല്ലാഹു തആല കൊടുക്കും. ഒമൻ അഷ്ബഅ സായിമൻ, നോമ്പുകാരന് വയറ് നിറച്ച് ഭക്ഷണം നൽകിയാൽ, നേരത്തെ വേണം നോമ്പ് തുറപ്പിക്കാന്നാ, നോമ്പ് തുറന്നാൽ മതി. ഇനി നോമ്പ് തുറന്നതിന് ശേഷം നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് നോമ്പുകാരന്റെ വയറ് നിറപ്പിച്ചാൽ കാന ലഹു മഗ്ഫിറത്തുൽ ലിദുനൂബിഹി, അതും അവന്റെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമായി തീരും. അതിൻ്റെ പുറമെ വസഖാഹു റബ്ബുഹു, അവനിക്ക് റബ്ബ് കുടിപ്പിക്കും, മിൻ ഹൗദി, എൻ്റെ ഹൗദുൽ കൗസറിൽ നിന്ന് അവനിക്ക് അല്ലാഹു തആല വെള്ളം കുടിക്കാൻ കൊടുക്കും. എൻ്റെ കൈകൊണ്ട് തന്നെ അവനിക്ക് അല്ലാഹു തആല കുടിപ്പിക്കും. ഷിർബത്തൻ, ഒരു കുടിപ്പിക്കൽ കുടിപ്പിക്കും എന്നാണ്. അപ്പോ നോമ്പുകാരൻ നോമ്പ് തുറപ്പിച്ചാൽ തന്നെ ഒരടിമനെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടുന്നു, അവന്റെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകും. അതിനു പുറമെ നോമ്പുകാരന് വയറ് നിറയെ ഭക്ഷണം നൽകിയാലോ, നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്താലോ, അതും അവന്റെ ദോഷങ്ങൾ പൊറുക്കാൻ മറ്റൊരു കാരണമാകും. അതിനു പുറമെ അത് കാരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദുൽ കൗസറിൽ നിന്ന് അവനക്ക് കുടിക്കാൻ അല്ലാഹു തആല നൽകുകയും അതിന് തൗഫീഖ് നൽകുകയും അങ്ങനെ ഹൗദുൽ കൗസറിൽ നിന്ന് അവനക്ക് വെള്ളം ലഭിക്കുകയും ചെയ്യുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിലുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സാമ റമളാന, റമളാൻ മാസത്തിൽ ഒരാൾ നോമ്പ് നോറ്റാൽ ഈമാനൻ, വിശ്വസിച്ചവനായിട്ട്, റമളാൻ അല്ലാഹു തആല കൽപ്പിച്ച മാസമാണെന്നും ഞാൻ അള്ളാഹിന്റെ അടിമയാണെന്നും
അള്ളാഹുക്ക് വഴിപ്പെടേണ്ടവനാണെന്നും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവനാണെന്നും എന്നുള്ള നിലക്ക് ഈമാൻ വിശ്വസിച്ചുകൊണ്ടും വഹ്തിസാബൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും. അല്ലാതെ എല്ലാവരും നോമ്പ് വെക്കുന്നു, ഞാൻ നോമ്പ് വെക്കാതിരിക്കൽ എങ്ങനെ എന്ന് വിചാരിച്ചിട്ടല്ല, അല്ലെങ്കിൽ ആൾക്കാരുടെ നാണം കെട്ടു പോയിരിക്കാനല്ല. അവൻ വിശ്വസിച്ചു, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചും അള്ളാഹുവിന്റെ കൽപ്പനയിൽ വിശ്വസിച്ചും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടുന്നവനായിട്ടും അതുപോലെ തന്നെ ഇതിന് കൂലി കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലും പ്രത്യേക പരിഗണനയും നടത്തും. പ്രത്യേക പരിഗണനയോടുകൂടി ഒരാൾ നോമ്പ് നോറ്റാൽ ഉഫിറ ലഹു, അവനിക്ക് പൊറുക്കപ്പെടും മാത്തക്കതുമി നമ്പിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്ന് മറ്റൊരു ഹദീസിലും വന്നിട്ടുണ്ട്. ഇതൊക്കെ നോമ്പിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും വല്ല വിഷമവും നേരിട്ടാൽ അതിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി തങ്ങൾ നോമ്പ് നോൽക്കുക പതിവായിരുന്നു. എന്തെങ്കിലും വിഷമോ പ്രയാസമോ തങ്ങൾക്ക് വരികയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി തങ്ങൾ നോമ്പ് നോക്കും. മാത്രമല്ല, നോമ്പ് നേർച്ചയാക്കുകയാണെങ്കിൽ അതിൻ്റെ വലിയ ഫലവുമുണ്ട്. രോഗം മാറാനോ അല്ലെങ്കിൽ അതുപോലത്തെ ഹലാലായ എന്തെങ്കിലും മുറാദുകൾ ഹാസിലാവാനോ നാം നോമ്പ് നേർച്ചയാക്കുകയാണെങ്കിൽ അതിന് വലിയ ഫലം കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും പിന്നാര മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അവർക്ക് രണ്ടുപേർക്കും വളരെ ശക്തമായ പനി പിടിപെട്ടപ്പോൾ, താങ്ങാനാവാത്ത അത്രയും ശക്തമായ നിലക്കുള്ള പനി വന്ന് ബേജാറായപ്പോൾ അവരിരുവരും, ഹസൻ റളിയല്ലാഹു അൻഹു, അവരിരുവരും എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹയും അവരുടെ രോഗം സുഖമായാൽ 3 നോമ്പ് നോക്കാൻ വേണ്ടി നേർച്ചയാക്കി. അത് കേട്ടുകൊണ്ട് ഈ രോഗത്തിൽ കിടക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ നേർച്ചയാക്കി ഞങ്ങളുടെ രോഗം സുഖമായാൽ 3 നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി നിൽക്കാൻ അവർ നേർച്ചയാക്കി. ആ നേർച്ചയുടെ ഫലം എന്നോണം ആ കുട്ടികൾക്ക് അപ്പോൾ തന്നെ ശമനം കിട്ടുകയും അവരുടെ രോഗം പൂർണ്ണമായി സുഖപ്പെടുകയും ചെയ്തു. അങ്ങനെ പിന്നീട് അവർ 3 പേരും ആ നോമ്പ് നേർച്ചയാ നോമ്പ് വീട്ടാൻ വേണ്ടി നോമ്പ് നോറ്റ ചരിത്രമൊക്കെ പരിശുദ്ധ ഖുർആൻ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. യുത്ഇമൂന തഅമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ എന്ന ആയത്തിലൂടെ അവർ നേർച്ച വീട്ടാൻ വേണ്ടി 3 പേരും നോമ്പ് നോറ്റതും 3 ദിവസവും നോമ്പ് നോറ്റ് നോമ്പ് തുറക്കാൻ സമയത്ത് ഉള്ള ഭക്ഷണം തയ്യാറാക്കി നോമ്പ് തുറക്കാനുള്ള സമയം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ 3 ദിവസം ഒരു ദിവസം ഒരു മിസ്കീനായ മനുഷ്യൻ, രണ്ടാമത്തെ ദിവസം ഒരു യതീമായ കുട്ടിയും, മൂന്നാമത്തെ ദിവസം കാഫിറുകളെ അറസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് മോചിതനായി വന്ന വ്യക്തിയും, ഇങ്ങനെ 3 പേരും വന്നിട്ട് ഭക്ഷണം അവരോട് ആവശ്യപ്പെട്ടപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ച ഭക്ഷണം മുഴുവനും ആ വന്ന യാചകൻ അവർ കൊടുത്തു എന്നും, അങ്ങനെ 3 ദിവസവും വെറും കാരക്കയും പച്ചവെള്ളവും കുടിച്ചാണ് അവർ നോമ്പ് തുറന്നത് എന്നും പരിശുദ്ധ ഖുർആൻ അവരെ പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻസാനിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയിട്ടുണ്ട്. അപ്പം നോമ്പ് നേർച്ചയാക്കുക എന്നതിന് വലിയ ഫലവും വലിയ നേട്ടവും ഉണ്ട് എന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നോമ്പിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കാൻ ചെറിയൊരു സംഭവം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ബഹുമാനപ്പെട്ട സഹ്ൽ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം ഒരു യാത്ര പോവുകയായിരുന്നു. യാത്ര പോകുന്ന അവസരത്തിൽ ഒരു സ്ഥലത്ത് അദ്ദേഹം വിശ്രമിക്കാനിരിക്കുകയും തൻ്റെ ഭാണ്ഡം, ഭക്ഷണങ്ങളും മറ്റുമൊക്കെയുള്ള ഭാണ്ഡം അവിടെ ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം വിശ്രമിക്കാൻ ഒരു സ്ഥലത്ത് ഇരുന്ന് അവിടെ ഒന്ന് കിടന്നുറങ്ങിപ്പോയി. ഉണർന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കാണാനില്ല. ഭക്ഷണം കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. ആരാണത് മോഷ്ടിച്ചത്, എവിടെ ഇത് കൊണ്ടുപോയത്, എങ്ങനെ പോയി എന്നറിയാൻ വേണ്ടി അദ്ദേഹം ചുറ്റുഭാഗം പരിസരമൊക്കെ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ കുറച്ച് അകലെയായിട്ട് കുറെ ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ ഭക്ഷണം അദ്ദേഹത്തിന്റെ ഭക്ഷണം തന്നെ. അദ്ദേഹത്തിന്റെ ഭക്ഷണം അവർ മോഷ്ടിച്ചെടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഇവരടുത്തേക്ക് ചെന്നു. അവരടുത്തേക്ക് ചെന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാള് ഭക്ഷണമൊന്നും കഴിക്കാതെ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ അവനോട് അദ്ദേഹം ചോദിച്ചു, ഇവര് എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ നീ എന്താ ഒഴിഞ്ഞു നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് സുന്നത്ത് നോമ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ബഹുമാനപ്പെട്ട സഹ്ൽ റളിയല്ലാഹു അൻഹു കേട്ടപ്പോ അത്ഭുതത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, കള്ളന് സുന്നത്ത് നോമ്പോ എന്ന് ചോദിച്ചു. കള്ളന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ, ഒരു കള്ളനാണല്ലോ, കള്ളനിക്ക് സുന്നത്ത് നോമ്പോ എന്ന് ചോദിച്ചു. ഈ ചോദ്യം അയാൾ കേട്ടു, ആ കള്ളൻ കേട്ടു. ആ കള്ളൻ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ സുന്നത്ത് നോമ്പ് നോക്കുകയാണ്. ആ സുന്നത്ത് നോമ്പ് കാരണം ഞാൻ എൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു വാതിൽ തുറന്നിടുകയാണ്.
അതിലൂടെയെങ്കിലും കയറിയിട്ട് എനിക്ക് അള്ളാഹുവിനോട് പാപമോചനം തേടാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വാതിൽ അള്ളാഹുവിൻ്റെയും എൻ്റെയും അവിടെ തുറന്നിടുന്നത്, ഞാൻ നോമ്പ് നോക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കള്ളന്മാർ പോയി. അദ്ദേഹം വിട്ടുകൊടുത്തു, അല്ലാതെ ചെയ്യാൻ കള്ളന്മാർ പോയി. അങ്ങനെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട സഹ്ൽ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി പോയി. അദ്ദേഹം മക്കയിൽ നിൽക്കുമ്പോൾ, കഅബയുടെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ കഅബ തവാഫ് ചെയ്യുകയും കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യുന്നത് കാണുകയും ചെയ്തപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, ആ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇങ്ങനെ കഅബയുടെ കില്ല പിടിച്ച് കരഞ്ഞ് പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ട് ഒന്ന് വിറപ്പിക്കാം, ദുആ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തോട് വസിയത്ത് ചെയ്യാം, അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ വേണ്ടി പറയാം എന്ന് വിചാരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഹ്ൽ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ, ആ മനുഷ്യൻ ആരാണെന്നറിയോ? പണ്ട് കള്ളന്മാരുടെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് സുന്നത്ത് നോമ്പാന്നും പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ വിട്ടുനിന്നിരുന്ന ആ മനുഷ്യനാണ്. അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അവനെ വിളിച്ചിട്ട് അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, ഞാൻ അന്ന് സുന്നത്ത് നോമ്പ് നോറ്റിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? ആ സുന്നത്ത് നോമ്പ് ഞാൻ നോറ്റിരുന്ന ആ സുന്നത്ത് നോമ്പ് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ മനസ്സിനിക്ക് ഒരു വെളിച്ചം നൽകുകയും ആ വെളിച്ചത്തിലൂടെ അള്ളാഹിന്റെ ഹിദായത്ത് എനിക്ക് ലഭിക്കുകയും അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ ദുശ്ചെയ്തികളിൽ നിന്നും മടങ്ങി ഞാൻ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി നല്ല ഒരു മനുഷ്യനായി മാറുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെയും അള്ളാഹിൻ്റെ ഇടയിൽ ഒരു കവാടത്ത് തുറന്നിടുകയാണെന്ന് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ആ കവാടത്തിലൂടെ കയറി എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് ആ കള്ളൻ പറഞ്ഞതായിട്ട് ബഹുമാനപ്പെട്ട സഹ്ൽ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ നോമ്പ് കൊണ്ടാണ് അയാൾക്ക് രക്ഷ കിട്ടിയത്. ആ സുന്നത്തായ നോമ്പ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സ് ആ കള്ളത്തരത്തിൽ നിന്നും ചീത്ത സ്വഭാവത്തിൽ നിന്നും മാറാനും അദ്ദേഹത്തിന് ഹിദായത്തിന്റെ നൂറ് പ്രകാശം ലഭിക്കാനും കാരണമായി തീർന്നെന്ന് പറയുമ്പോൾ നോമ്പിന്റെ ഒരു ശക്തി അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ടതായ ബഹുമാനപ്പെട്ട മഹദി, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മഹദി ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണല്ലോ. ഉമർ റളിയല്ലാഹുവിന്റെ മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹ, അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിൽ ചെറിയ ഒരു പ്രശ്നമുണ്ടായി. അങ്ങനെ ആ പ്രശ്നം അത് വലുതാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കാരണം അവരെ ത്വലാഖ് ചൊല്ലുകയും ചെയ്തു. ത്വലാഖ് ചൊല്ലിയപ്പോൾ ആ വിവരം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. ബഹുമാനപ്പെട്ടവർ ഓടി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുറ്റത്ത് കിടന്ന് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാൻ തുടങ്ങി, അള്ളാഹു ഉമറിനെയും ഉമറിന്റെ മകളെയും ഇതാ ഉപേക്ഷിച്ചിരിക്കുന്നു, അള്ളാഹുവേ നീ രക്ഷിക്കണേ, അള്ളാഹ് നീ എന്നെയും എൻ്റെ മകളെ നീ ഉപേക്ഷിക്കല്ല എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുറ്റത്ത് അദ്ദേഹം ഉരുണ്ടു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ ഇസ്ലാം മലക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹു റസൂലിനോട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഇന്നല്ലാഹ യഅ്മുറുക, അള്ളാഹു തആല തങ്ങളോട് കൽപ്പിക്കുന്നു, അൻ യുറാജി ഹഫ്സ റളിയല്ലാഹു അൻഹയെ മടക്കിയെടുക്കാൻ, അവരുടെ വിവാഹം തിരിച്ചു പിടിക്കാനും അവരുടെ നിക്കാഹിനെ അവരെ മടക്കിയെടുക്കാനും അള്ളാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നു. കാരണം അല്ലാഹ് പറയുന്നു, ഫഇന്നഹ, കാരണം ഹഫ്സ സവ്വാമത്തുൻ, ധാരാളം നോമ്പ് നോക്കുന്നവളാണ്, ധാരാളം നോമ്പ് നോക്കുന്ന സ്ത്രീയാണ് ഹഫ്സ. അതുകൊണ്ട് ഒരിക്കലും തങ്ങൾ ഹഫ്സയെ ഒഴിവാക്കരുത്. കവ്വാമത്തുൻ, ധാരാളം നിസ്കരിക്കുന്നവരുമാണ്. രാത്രിയിൽ തഹജ്ജുദ് നിസ്കാരം വളരെയധികം നിസ്കരിക്കുന്ന മഹദിയാണ്. അതിന്റെ പുറമെ ധാരാളം നോമ്പ് നോക്കുന്ന മഹദിയുമാണ്. അതുകൊണ്ട് ഒരിക്കലും തങ്ങൾ അവരെ വിട്ടേക്കരുത്, തങ്ങൾ അവരെ തിരിച്ചെടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞെങ്കിൽ അവരുടെ ആ സൗമാണ് അവരെ രക്ഷപ്പെടുത്തിയത് എന്ന്, ആ നോമ്പാണ് അവർക്കൊരു പിടിവള്ളിയായത് എന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ഹദീസിൽ അല്ലാഹു റസൂൽ പറയുന്നു, അൽ ജന്നത്തു തസ്താഖു ഇലാ അർബഅ, സ്വർഗം 4 പേരിലേക്ക് ആഗ്രഹിക്കും. 4 പേര് തന്നിലേക്ക് പ്രവേശിക്കാനും 4 പേര് തൻ്റെ അടുത്തേക്ക് വരാനും സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. ആരാ 4 പേര്? വിശദമായിട്ടും പറയുകയാണെങ്കിൽ വിശദമായിട്ട് പറയാണ്ട്. ആ 4 പേര് ആരെല്ലാം? ഒന്ന് താലിൽ ഖുർആനി, ഒന്ന് ഖുർആൻ ഓതുന്നവരാണ്. ഖുർആൻ ഓതുന്നവനിലേക്ക് സ്വർഗം എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തത് ഹാഫിദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്നവനാണ്. മൂന്നാമത്തെ മുത്ഈമുൽ ജിആൻ, വിശന്നവർക്ക് ഭക്ഷണം നൽകുന്നവനാണ്. നാലാമത്തത് വസായിമൂൻ, നോമ്പുകാരുമാണ്. അപ്പൊ നോമ്പുകാരിലേക്ക് സ്വർഗം പോലും ആഗ്രഹിക്കാൻ, അവരെ കൂടെ കിട്ടാനും അവരിൽ പ്രവേശിക്കാനും
സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മാത്രമല്ല നോമ്പുകാരന്റെ പ്രാർത്ഥനക്ക് ആമീൻ പറയാൻ മലക്കുകൾ പോലും ആഗ്രഹിക്കുമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നോമ്പിന്റെ മഹത്വങ്ങളാണ്. ആ നോമ്പ് അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.